ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾ വീണ്ടും ഉണ്ടാവുകയാണ്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, ഭീതിയാണ്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന ഭയം ഇസ്രായേലിലെ ഒരു വിഭാഗം ജനങ്ങളിൽ ഉടലെടുത്തിരിക്കുന്നു. അതോടൊപ്പം ഹമാസിനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്, ബന്ദികളെ തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പായി തന്നെ അവിടെ നിലകൊള്ളുന്നു. ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഒരു അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അൽ ഖുമൈനി പറയുന്നത് 95% ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളും സജീവമാണ് എന്നും അവരൊറ്റക്കെട്ടായി തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന നിലയിലുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് പുറത്തുവിട്ടത്, ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. എന്തായാലും അങ്ങനെ ഇസ്രായേലിൻ്റെ എതിർചേരിയിലുള്ള, ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന എല്ലാവരും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഹൂത്തികളുടെ ഒരു നിർണായകമായ മറ്റ് ഇടപെടൽ കൂടി വന്നിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൂത്തികൾ ചെങ്കടലിൽ മാത്രമല്ല മറ്റ് കടൽ പ്രദേശങ്ങളിലേക്കും, ഇന്ത്യൻ സമുദ്രത്തിലേക്കും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ കടലിൻ്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ ആക്രമണം നടത്തുമെന്ന് തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ ഈ ഹൂത്തികളും ഹമാസും തമ്മിൽ ഒരു നിർണായകമായ യോഗം നടന്നു. ഒരു വശത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അമേരിക്കയും അതുപോലെ ഈജിപ്തും ഒക്കെ ചേർന്ന്, ഖത്തറുമൊക്കെ അടക്കം വിവിധ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹൂത്തികളും ഹമാസും തമ്മിൽ ഒരു യോഗം ചേരുന്നത്. ഇതിൻ്റെ തലവന്മാർ തമ്മിൽ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് യോഗം നടക്കുന്നു. ആ യോഗത്തിന് ശേഷം ഇവർ തീരുമാനിക്കുന്നത് എന്താണ്? ഇനി നമ്മൾ സംയുക്തമായി മുന്നോട്ട് പോകണം. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ചുള്ള ആക്രമണങ്ങളല്ല, മറിച്ച് കൃത്യമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചോടിപ്പിക്കുന്ന വിധത്തിൽ, ഒരു തരത്തിലുമുള്ള ദാക്ഷിണ്യമില്ലാത്ത വിധത്തിൽ, എവിടെയൊക്കെ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെ എല്ലാവരുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിരിച്ചടി, പ്രത്യാക്രമണം കൊടുക്കാൻ കഴിയുമോ അത് അവിടങ്ങളിലൊക്കെ ചെയ്യണമെന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണങ്ങൾ ഇത്രയും കാലം ഇല്ലാത്ത വിധത്തിൽ വരും എന്നു തന്നെ ചിലപ്പോൾ കരുതേണ്ടി വരും. കാരണം ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ വീണ്ടും ഗസയിലുടനീളം ശക്തി പ്രാപിക്കുകയാണ്. ഏതാണ്ട് 4 സൈനികരെ ഒരൊറ്റ ദിവസം കൊണ്ട് കൊലപ്പെടുത്തിയെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മർക്കാവ ടാങ്കുകൾ അടക്കം ഇസ്രായേലിൻ്റെ നിരവധി സൈനികോപകരണങ്ങൾ നശിപ്പിച്ചതിൻ്റെ കണക്കുകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസ് പുറത്തുവിട്ടു. അതുപോലെ ഹിസ്ബുള്ള ഒരു ദിവസം 8 ആക്രമണങ്ങൾ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയെന്ന് ഇതേ സമയം അവകാശപ്പെട്ടു. ഹൂത്തികളാകട്ടെ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ഒരു ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. ഇറാനാണെങ്കിൽ ഈ 95% വരുന്ന സ്ട്രെങ്ത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ യുദ്ധത്തിലൂടെ ഹമാസായാലും ഹിസ്ബുള്ളയായാലും ഈ ഹൂത്തികളായാലും ഒക്കെ അതിൻ്റെ ഒരു 5% മാത്രമേ തകർന്നിട്ടുള്ളൂ. ബാക്കി 95% ലൈവായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഏതു തരത്തിലേക്ക് പോകാനും ഏത് വിധത്തിൽ പോകാനും തയ്യാറായി തന്നെയാണ് ഇവർ നിൽക്കുന്നത് എന്ന മുന്നറിയിപ്പ് ഈ ആയത്തുള്ള അൽ ഖുമൈനി എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയ നേതാവ് നൽകുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിന് വലിയ പ്രഹരമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ റഫയെ സ്വതന്ത്രമാക്കും, ഇപ്പോൾ റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറാൻ പോകുന്നതെന്ന് ഭീഷണി നിൽക്കുകയാണ്. ഇത്രയും നാളായിട്ട് അവർക്കത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ റഫയിലേക്കുള്ള കടന്നുകയറ്റം എന്നതടക്കമുള്ള ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കങ്ങളെയൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കണമെന്ന നിലപാടിലേക്കാണ് ഹമാസും ഹൂത്തികളും തമ്മിലുള്ള യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർണായകമായൊരു നീക്കമാകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഹമാസും ഹൂത്തികളും മാത്രമായി ഇതിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാൻ്റെ പിന്തുണയുള്ള മറ്റു മിലീഷ്യകളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് സംവിധാനം ഉടലെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വിലയിരുത്തലുകളായി വരുന്നുണ്ട്. അതായത് ഏത് നിമിഷവും ഈ ഇസ്രായേൽ വിരുദ്ധ ചേരി ഒറ്റക്കെട്ടായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. വെടിനിർത്തൽ ചർച്ചകളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇനി അങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ആക്രമിച്ച് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവരെത്തുന്നു എന്ന തരത്തിൽ നിരവധിയായ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ വരുന്ന സാഹചര്യത്തിൽ യുദ്ധം
ഇസ്രായേലിന് നേരെ ശക്തമായി തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ആകട്ടെ റഫയിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. അതിനുള്ള കാരണം അമേരിക്ക പൂർണ്ണമായും ഇവർക്കെതിരെ നിൽക്കുന്നൊരു സാഹചര്യം, ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. യുദ്ധം ചെയ്താൽ ഇസ്രായേൽ ജയിക്കില്ല എന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് അമേരിക്കയുടെയും UK-യുടെയും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ജോ ബൈഡൻ ആണെങ്കിൽ പോലും ഇനി മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക, അല്ലാതെ യുദ്ധക്കൊതിക്കല്ല എന്ന് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആയുധങ്ങൾ എത്താത്തൊരു സാഹചര്യം, അതായത് അമേരിക്കയിലെ സെനറ്റർമാർ 8 സെനറ്റർമാർ ഇനി ആയുധം കൊടുക്കരുത് ഇസ്രായേലിനെ എന്നും അമേരിക്കയുടെ ആയുധ കച്ചവട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യുദ്ധ കുറ്റകൃത്യം ചെയ്ത ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിരോധിക്കാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജോ ബൈഡന് കത്തയച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ കാനഡ, ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്ന കാനഡ, അതെല്ലാം നിർത്തിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതാകുന്നു, അങ്ങനെ അമേരിക്കയുടെ പിന്തുണ ഇല്ലാതാകുന്നു. അങ്ങനെ പലതരത്തിലും വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിർണായകമായൊരു യോഗം, അത് ഇസ്രായേലിനെ തകർത്തു കളയുക, ഇസ്രായേലിനെ നെതന്യാഹു ഭരണകൂടത്തെ അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെ തകർത്തു കളയുക, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ സർവ്വശക്തിയും എടുത്തുള്ള ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുക, ആ വിധത്തിലേക്കുള്ള ഒരു ഐഡിയോളജിയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു നയരൂപീകരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് കരുതാവുന്ന ഒരു ചർച്ചയാണ് ഈ ഹൂത്തികളും ഹമാസും ചേർന്ന് നടത്തിയത് എന്ന് പറയുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു യോഗം നടന്നതിന് പിന്നാലെ, ഇപ്പോൾ ഹൂത്തികളും ഹമാസും തമ്മിലൊരു യോഗം നടന്നതിന് പിന്നാലെ ചെങ്കടലിലെ 3 കപ്പലുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഒരു കപ്പൽ തകർന്നു എന്ന് UK സമുദ്ര സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇസ്രായേലും US-ഉം UK-യുമായി വാണിജ്യ ബന്ധമുള്ള കപ്പലുകളെ ഞങ്ങൾ ഇനിയും ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹമാസുമായൊരു യോഗം കഴിഞ്ഞതിന് പിന്നാലെ ഹൂത്തികൾ കടലിൽ വലിയ ആക്രമണം നടത്തുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിനെ തേടി എത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേൽ വിചാരിച്ചിടത്ത് നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിനൊപ്പമുള്ളവരൊക്കെ അവരെ കൈയൊഴിയുന്ന സാഹചര്യമാണ്. ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാകുന്ന സാഹചര്യമാണ്. ഇതിനിടയിൽ ഇസ്രായേൽ ഒരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഒരു നിർണായക യോഗം ചേരുന്നത്. ആ യോഗത്തിന് പിന്നാലെ ആക്രമണങ്ങൾ ഹൂത്തികൾ ശക്തമാക്കുന്നു, ഹമാസ് ആക്രമണങ്ങൾ ശക്തമാക്കുന്നു. തീർച്ചയായും ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളൊക്കെ കൂടി ചേർന്ന് ഇസ്രായേലിനെതിരെ ഈ റമദാൻ മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന് പിന്നാലെ ഈ റമദാൻ മാസത്തിൽ റഫേലെ ജനങ്ങളെ മുഴുവൻ തീർക്കുമെന്ന മട്ടിലായിരുന്നു ഇസ്രായേൽ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് തന്നെ അതേ നാണയത്തിൽ റമദാൻ മാസത്തിൽ തന്നെ തിരിച്ച് ഒരു വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ അണിയറയിൽ ഒരുങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടാകും. കാരണം 160 ദിവസത്തോളമായി യുദ്ധം ചെയ്തിട്ടും ഒന്നും നേടാൻ കഴിയാതെ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചിത്രം നമുക്ക് മുന്നിലുണ്ട്. ഈ പറയുന്നത് പോലെ അത്ര വലിയ സംഭവമാണ് ഇവരെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മൊസാദ് ഉൾപ്പെടെ പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തും സംഭവിക്കാം ഇസ്രായേലിനെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ വിധത്തിലാണ് ഇറാൻ്റെ ഇടപെടലും മറ്റ് ചെറു ഗ്രൂപ്പുകളുടെ ഇടപെടലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.